ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നദീപ്രവാഹം പോലെ ഈ വിദ്യ പരിശുദ്ധയായി ഒഴുകുകയാണ്. ആരും കെട്ടിക്കൂട്ടി വയ്ക്കുന്നില്ല. കിട്ടിയത് കൊടുക്കുന്നു. ഇത് നമ്മുടെ കർത്തവ്യമാണ്. നമുക്ക് ഏതറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ അറിവിനെ നമ്മൾ അടുത്ത തലമുറയ്ക്ക് പങ്കുവയ്ക്കണം, നിർബന്ധമാണ്. നമുക്ക് പല മേഖലകളിലുള്ള അറിവുകളുണ്ടാവും. ആ അറിവിനെ നമ്മൾ അടുത്ത തലമുറയ്ക്ക് പങ്കുവയ്ക്കണം. അവിടെ ചോദ്യം, എൻ്റെ മക്കൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല, എന്നാൽ ഒരാളെ കണ്ടുപിടിച്ച് ഉപദേശിക്കണം. അല്ലാണ്ടെന്ത്? അതാണല്ലോ ഇപ്പോൾ കാണുന്നത്. ആദ്യത്തെ മക്കളാണ്, രണ്ടാമത് വന്നപ്പോഴത്തേക്ക് മക്കളല്ല. അവർക്ക് മക്കളുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. മക്കളുണ്ടായിട്ട് അവർക്ക് താല്പര്യമില്ലാത്തതാണോ അല്ല മക്കളില്ലാത്തതാണോ നമുക്കറിയില്ല. രണ്ടായാലും ഒരു ഉപദേശം ലഭിച്ചതിനെ പൂഴ്ത്തി വെച്ചില്ല. ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് അറിവുകൾ നഷ്ടമായി പോകുന്നത്. എത്രമാത്രം അറിവുകൾ നമുക്ക് നഷ്ടമായി പോയിട്ടുണ്ട്. അതിൻ്റെ കണക്കെടുത്താൽ അത്ഭുതപ്പെടും. നമുക്ക് അറിയുന്നത് ചിന്തിച്ചാൽ തന്നെ എന്തെല്ലാം വിശിഷ്ടങ്ങളായ അറിവുകൾ നമുക്കുണ്ടായിരുന്നു. ഒന്നും ഉപദേശിക്കാണ്ട്, രഹസ്യമാണ്, ഉപദേശിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നഷ്ടപ്പെടുത്തി. നമ്മളെപ്പോഴും ഓർമ്മിക്കാറുള്ളൊരു ദൃഷ്ടാന്തമുണ്ട്. ഒരമ്മ ഈ കഞ്ഞിക്കലത്തിൽ നല്ല തിളച്ച കഞ്ഞിവെള്ളവും ചോറും എല്ലാം കൂടിയ മിശ്രം വാർത്തെടുക്കുകയാണ്. പെട്ടെന്ന് പിടിവിട്ടുപോയി ഒന്നായിട്ട് തിളച്ച കൊഴുത്ത വെള്ളം വയറിന് താഴോട്ട് മുഴുവൻ വീണു. ഇത് കഥയല്ല. ഉടനെ തന്നെ അവരുടെ മുത്തശ്ശി ഓടിപ്പോയി പറമ്പിൽ നിന്ന് എന്തോരം മരുന്ന് പറിച്ച് കൊണ്ടുവന്ന് അരച്ച് പുരട്ടി. അവർക്ക് കല പോലും ഇല്ലാതെ ഉണങ്ങി. ഒരു കല പോലും ഇല്ലാതെ. ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അല്ലെങ്കിൽ കാലിന് ഒട്ടിപ്പോണ്ട കേസാണ്. ഒരു സകല അവയവങ്ങളും പോണ്ടതാണ്. ഒരു പാട് പോലും ഇല്ലാണ്ട് ഉണങ്ങി. പലരും മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശി എന്താ മരുന്നെന്ന് പറഞ്ഞുതരാം. അയ്യോ, പറഞ്ഞു തന്നാൽ ഫലം പോവും. എന്താണ്? പറഞ്ഞു തന്നാൽ ഫലം പോവും. എടേ, മുത്തശ്ശിക്ക് എവിടുന്ന് കിട്ടി? ആരോ പറഞ്ഞു കൊടുത്തല്ലേ? അതെങ്ങനെയാ പറഞ്ഞു കൊടുത്താൽ ഫലം പോവുക? അതിന് ഫലം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താൽ പോവുമോ? എന്താ അഭിപ്രായം? അതിന് ഫലം ഉണ്ടെന്ന് നിൽക്കുക, എന്നാൽ പറഞ്ഞു കൊടുത്താൽ പോവുമോ? ഇല്ല. ഈ ജാതി അബദ്ധ വിശ്വാസങ്ങളെ കൊണ്ടാണ് നമ്മുടെ അറിവുകൾ ഏറെയും നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് ഇനിയെങ്കിലും നമുക്കിപ്പോൾ ഉള്ള അറിവുകളെങ്കിലും അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകണം. എന്നിട്ട് വേണം കാറ്റു പോവാൻ. അത് ശ്രദ്ധിക്കുക. പൂർണ്ണ അറിവ് നേടട്ടെ എന്നിട്ടാവാൻ ആർക്കും സാധ്യമല്ല. എനിക്ക് പൂർണ്ണ അറിവ് കിട്ടിയിട്ട് ഞാൻ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാം, അസാധ്യം. ഒരിക്കലും അറിവ് പൂർണ്ണമായി എന്നുള്ള ബോധം വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുണ്ടാവില്ല. അത് സ്വരൂപബോധം മാത്രമേ ഉള്ളൂ. ആ സ്വരൂപബോധോട്ട് പകർന്നു കൊടുക്കാൻ പറ്റുകയില്ല. പോരെ, വഴി കാണിച്ചു കൊടുക്കാനേ പറ്റൂ. ചിന്തിക്കുക. അപ്പോൾ ഇത് വലിയൊരു പാഠമായി ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഒരാരും അറിവിനെ പൂഴ്ത്തി വെച്ചില്ല. തങ്ങൾക്ക് ലഭിച്ചതിനെ അടുത്ത തലമുറയിലേക്ക് കൈമാറി. പൂർവികന്മാരെന്ത് ചെയ്തോ അതിൽ നിന്ന് നല്ല പാഠങ്ങൾ നമ്മളും പിന്തുടരണം.